ആലപ്പുഴ പുറക്കാട് ദേശീയപാതയിൽ കെഎസ്ആർടിസി ഫാസ്റ്റ് പാസഞ്ചർ ബസിന്റെ ചില്ലെറിഞ്ഞ് ഉടച്ചതല്ലെന്ന് പോലീസ്. പ്രദേശത്തെ സിസിടിവി പരിശോധനയിൽ ആരും കല്ലെറിയുന്നതായി കണ്ടെത്തിയിട്ടില്ല. വാഹനങ്ങളിൽ നിന്ന് കല്ല് തെറിച്ചത് വന്നതാകാമെന്നുള്ള നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. രഘു, ഇത് എന്താണ് സംഭവം? പോലീസ് ഇപ്പോൾ ദൃശ്യങ്ങൾക്ക് അടിസ്ഥാനമായിട്ട് എത്തിയിട്ടുള്ള ഒരു നിഗമനം എങ്ങനെയാണ്? പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയായിരുന്നു അപകടം. എറണാകുളത്ത് നിന്ന് കരുനാഗപ്പള്ളിയിലേക്ക് പോയ ബസിന്റെ മുൻഭാഗമാണ് ചില്ലാണ് പൊട്ടിയത്. ബസ് ഡ്രൈവർ സലീമിനെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഡ്രൈവറുടെയും കണ്ടക്ടറുടെയും മൊഴി ബൈക്കിലെത്തിയ രണ്ടാം സംഘം ബസിന്റെ ചില്ല് ഇടിഞ്ഞു തകർത്തു എന്നുള്ളതായിരുന്നു ഇവരുടെ മൊഴി. എന്നാൽ പോലീസ് പ്രദേശത്തെ CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചതിൽ നിന്ന് അങ്ങനെയൊരു സാധ്യതയില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഒരു പക്ഷേ അവിടെ നിർമ്മാണം നടക്കുന്നത് കൊണ്ട് ഏതെങ്കിലും വാഹനം പോയപ്പോൾ അതിന്റെ ടയറിൽ തട്ടി ചെറിയ പാറക്കഷ്ണം തെറിച്ച് ബസിന്റെ ചില്ലിൽ വന്ന് പതിച്ചതാകാം എന്നുള്ളതാണ് പ്രാഥമികമായ നിഗമനം. എന്തായാലും വിശദമായ അന്വേഷണം നടത്താൻ വേണ്ടിയാണ് പോലീസിന്റെ തീരുമാനം. പ്രാഥമിക നിഗമനം ബസ് ആരെങ്കിലും എറിഞ്ഞ് തകർത്തതല്ല, റോഡിലുണ്ടായിരുന്ന കല്ല് ഏതെങ്കിലും വാഹനത്തിന്റെ ടയറിൽ തട്ടി തെറിച്ചു വന്ന് ചില്ലിൽ പതിച്ചതാകാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിഗമനം. ശരി, രഘുനാഥ് നാരായൺ വിവരങ്ങൾ നൽകിയത്.